കാട്ടാനയാക്രമണത്തിൽ മരിച്ച മാതൃഭൂമി ന്യൂസ് സീനിയർ ക്യാമറാമാൻ എ വി മുകേഷിന്റെ മൃതദേഹം സംസ്കരിച്ചു. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ മുകേഷിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. സുഹൃത്തുക്കളും നാട്ടുകാരുമടക്കം ആയിരങ്ങളാണ് മുകേഷിനെ അവസാനമായി കാണാൻ എത്തിയത്. വിവരങ്ങളുമായി സമീർ ബിൻ കരീം ചേരുകയാണ്. സമീർ, ഏറെ വൈകാരികമായ ഒരു യാത്രയയപ്പായിരുന്നല്ലോ മുകേഷിന് നൽകിയതല്ലേ? ക്രിസ്റ്റീന, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഏതാണ്ട് അരമണിക്കൂർ മുന്നെയാണ് മുകേഷിന്റെ ഈ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരി പുത്രനാണ് ഈ ചിതക്ക് തീ കൊളുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പരപ്പനങ്ങാടിയിലെ വളപ്പിൽ വെച്ചാണ് സംസ്കാര പരിപാടികളെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും ഒരുപാട് ആളുകൾക്കും ഒരുപാട് നല്ല ദൃശ്യങ്ങൾക്കും ഫ്രെയിം വെച്ചിരുന്ന മുകേഷിനെ ഒരുപാട് ക്യാമറ കണ്ണുകളുടെ ഒടുവിലത്തെ ഫ്രെയിമോട് കൂടി ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കാനായി നൂറുകണക്കിന് ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരുന്നത്. എം വി ശ്രീകുമാർ അടക്കമുള്ള ആളുകൾ അവസാനമായി അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയിരുന്നു. ഇന്ന് പുലർച്ചയോട് കൂടിയാണ് പാലക്കാട്ട് ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ഈ പരപ്പനങ്ങാടിയിലെ വീട്ടിലെത്തിച്ചത്. അതിന് പിന്നാലെയാണ് നൂറുകണക്കിന് ആളുകൾ അവസാനമായി കാണാനായി ഒത്തുകൂടിയത്. സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ എത്തിയിരുന്നു. ഈ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം പൗരാവലിയുടെ നേതൃത്വത്തിൽ തന്നെ KWയുടെ നേതൃത്വത്തിലും ഇവിടെ അനുസ്മരണ യോഗവും എല്ലാം തന്നെ നടന്നു. എല്ലാവരും ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയുടെ ദൃശ്യം പകർത്തുന്നതിനിടയിൽ കാട്ടാന ആക്രമിക്കുകയും മുകേഷ് മരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ശരി, വിശദാംശങ്ങൾ നൽകിയത് സമീർ ബിൻ കരീമാണ്.